ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ദൈവവചനത്തെ ധ്യാനിപ്പാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഹൃദയം തുറന്ന് ആഗ്രഹിക്കുക. ദൈവവചനം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ വ്യക്തമായൊരു രൂപാന്തരം വരുത്തണമെന്നുള്ള ദാഹത്തോടെയും ആഗ്രഹത്തോടു കൂടിയും സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചാൽ എല്ലാ അർത്ഥത്തിലും വചനം നമ്മളെ മാറ്റിമറിക്കും. വചനം തിരുത്തിക്കുറിച്ച ജീവിതങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ. എന്തുകൊണ്ടാണ് വചനത്തിന് നമ്മുടെ ജീവിതത്തെ തിരുത്താൻ കഴിയാത്തത്? നമ്മൾ ചിലരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വചനത്തിന് സ്വാധീനം കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വചനത്തെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചില വലിയ കല്ലുകളാണ്. ഞാനെപ്പോഴും വചന ശുശ്രൂഷ വേദികളിലൊക്കെ പറയാറുള്ളൊരു ഉദാഹരണമാണ്. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലാസറിൻ്റെ കല്ലറയുടെ മുന്നിലുള്ള കല്ലുരുട്ടി മാറ്റുക. ലാസർ പുറത്തു വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ വന്നിരുന്നവരോട് പറഞ്ഞു, അവൻ്റെ ശരീരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ അഴിക്കുക. അപ്പോൾ ഈ കല്ലുരുട്ടി മാറ്റലും കെട്ടഴിച്ചു മാറ്റലും, വാസ്തവത്തിൽ ഇത് രണ്ടും നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ലാസറിന് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. ലാസറിന് ജീവൻ വെച്ചവനാണെങ്കിൽ പോലും സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ നാം സ്വീകരിക്കുന്നതിന് തടസ്സമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചില കരുത്തുള്ള കല്ലുകളുണ്ട്. ആ കല്ലുകൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മളുടെ ചില നിലപാടുകൾ, നമ്മളുടെ മനസ്സിലുള്ള ചില മുൻവിധികൾ, ചില ധാരണകൾ, ഇതൊക്കെയാണ് ആ കല്ലുകൾ. ഈ കാലഘട്ടത്തിൽ ദൈവവചനം അനേകരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാതെ പോകുന്നതിൻ്റെ കാരണം ഈ കല്ലുകളാണെന്നത് നിസ്സംശയം പങ്കുവയ്ക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, വളരെ തുറന്ന മനസ്സോടെ, വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടെ ഇനി നടക്കാൻ പോകുന്ന, ഇനി കേൾക്കാൻ പോകുന്ന ഈ വചനത്തെ ഒന്ന് ഹൃദയത്തിൽ വഹിക്കാമോ? നിഷ്കളങ്കമായൊരു മനസ്സോടെ, യാതൊരു മുൻവിധിയും കൂടാതെ. ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ചാനലുകളിൽ മാറി മറയുന്ന ഒരുപാട് വചനപ്രഘോഷകരുടെ വാക്കുകളും മുഖങ്ങളും ഒക്കെ ഉണ്ടാകും. അവരൊക്കെ എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം പ്രസംഗിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ ഒരു പതിവ് പ്രസംഗ ചര്യയല്ലേ എന്നൊക്കെ ഒരു തോന്നലൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന വാക്കുകൾ ദൈവം എന്നോട് സംസാരിക്കുന്നതാണോ എന്ന് ഒന്ന് നിഷ്പക്ഷമായി പരിശോധിക്കാൻ സ്വർഗ്ഗം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു വാക്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ വചന കേന്ദ്രീകൃതമായി ജീവിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു കരിങ്കല്ല് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം. വിശുദ്ധ മത്തായി 21:23 ഇങ്ങനെയാണ് അവിടെ വായിക്കുക. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു. നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആര് എന്ന് ചോദിച്ചു. ഞാൻ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിക്കുക. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആര് എന്ന് ചോദിച്ചു. ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. യേശു ഒരു വേദിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. യേശു അവിടെ ഒരു മതത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ ഒരു നേതാവായിട്ടല്ല അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. സമുദായം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുമല്ല. ഒരു പ്രസംഗത്തിന് വേണ്ടി സമുദായം നിയമിച്ചാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല ക്രിസ്തു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അല്പം ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു തൊഴിലായി തൻ്റെ ശുശ്രൂഷയെ സ്വീകരിച്ചൊരു വ്യക്തിയല്ല ക്രിസ്തു. അപ്രകാരം ആരാലും, അതായത് ഭൗതികമായി ആരാലും താൻ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പിതാവായ ദൈവത്താൽ താൻ അപ്പോയിൻറ്റഡ് ആണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുത. പക്ഷെ സമുദായപരമായി തന്നെ ആരും അങ്ങനെ ഒരു വചനപ്രഘോഷണത്തിന് നിയോഗിച്ചിട്ടൊന്നുമില്ല. അവിടെയാണ് ഈ സമുദായത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ചെങ്കോലും കിരീടവും പേറുന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കടന്നു വന്നിട്ട് ആധികാരികമായി ഉപദേശിക്കാൻ നീ ആര്?
നിനക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം തന്നതാര് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ഈ ഒരു ചോദ്യം. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോഴും എല്ലാ മനുഷ്യനും ഈ അധികാര കേന്ദ്രീകൃതമായി ജീവിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ സംവിധാനങ്ങളും അധികാര കേന്ദ്രീകൃതമായിട്ടാണ് നടന്നു പോകുന്നത്. തലപ്പത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. തലപ്പത്തിരിക്കുന്നവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന, നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സമൂഹം അടിത്തട്ടിലുണ്ടാകും. അങ്ങനെ തലപ്പത്ത് ഇരിക്കുന്ന വ്യക്തികളുടെ നിയന്ത്രണത്തിൽ അധിഷ്ഠിതമായി അടിത്തട്ട് വരെയുള്ള ആളുകൾ ജീവിക്കുകയും അപ്രകാരം ചില ലക്ഷ്യങ്ങൾ, സമുദായങ്ങൾ, പ്രസ്ഥാനങ്ങൾ ഒക്കെ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ ഇവർ ചോദിക്കുകയാണ്, നീ എന്ത് അധികാരത്താണ് ഇത് ചെയ്യുന്നത്? യേശുക്രിസ്തു എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗകനല്ലാതിരിക്കെ ക്രിസ്തു കയറി പ്രസംഗിച്ചത് എന്നതല്ല, ക്രിസ്തു കയറി പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗങ്ങളുടെ ഒരു കണ്ടന്റ്, അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന വിധം അതവരെ ഇഷ്ടപ്പെടുത്തിയില്ല എന്നതാണ് സത്യം. വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് യേശു കയറി പ്രസംഗിച്ചതിലല്ല പ്രശ്നം, യേശുവിൻ്റെ പ്രസംഗം വളരെ ഫലപ്രദമായതിലാണ് ഇവരുടെ പ്രശ്നം എന്നതാണ് എൻ്റെ തോന്നൽ. കാരണം ഇവർ ചോദിക്കുന്നു, നീ എന്തധികാരത്തിലാണ് നീ ഈ പ്രസംഗിക്കുന്നത്, ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു വിലക്ക് അവർക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപേ പറയാമായിരുന്നല്ലോ. അപ്രകാരം ഒരു വിലക്ക് പ്രസംഗം തുടങ്ങുന്നതിന് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ യേശു പ്രസംഗിക്കാനായിട്ട് തയ്യാറാകുന്ന സമയത്ത് ഈ പരീശന്മാർക്കും മഹാപുരോഹിതന്മാർക്കും പറയാം, നീ എന്തിനാണ് പ്രസംഗിക്കാൻ വരുന്നത്? നിനക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇല്ലല്ലോ, പ്രസംഗത്തിന് നിന്നെ ആരും നിയോഗിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ പ്രസംഗിക്കാൻ വരുന്നത്? അതുകൊണ്ട് നിന്നെ പ്രസംഗിക്കാൻ അനുവദിക്കില്ല. വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ യേശുവിനെ വേണമെങ്കിൽ ഇതേ കാരണത്താൽ അവർക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു. നിനക്ക് അധികാരമില്ലാത്തത് കൊണ്ട് നീ പ്രസംഗിക്കേണ്ട എന്ന് പറയാമായിരുന്നു. പക്ഷെ അവിടെ അവനെ ബ്ലോക്ക് ചെയ്തില്ല. യേശു പ്രസംഗിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാടായിരുന്നു അവർക്കുള്ളത്. പക്ഷേ യേശു പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ആ കണ്ടന്റ് എന്നത് വളരെ സത്യവചനത്തിലേക്ക് ജനത്തെ നയിക്കുന്നതാണ്. സമുദായത്തിലേക്കോ മത നേതാക്കന്മാരിലേക്കോ മേലധികാരികളിലേക്കോ നയിക്കാതെ പിതാവായ ദൈവത്തിങ്കലേക്ക്, യഹോവയായ ദൈവത്തിങ്കലേക്ക്, സത്യദൈവത്തിങ്കലേക്ക് അവരെ നയിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവിടെയാണ് ഈ നേതൃത്വം അസ്വസ്ഥരാകുന്നത് എന്നതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താണ്? ഇവർ യേശുവിൻ്റെ വചന ശുശ്രൂഷ അതിൻ്റെ ശരിയായ ദിശയിൽ പോകുന്നതാണ് ഇവർക്ക് പ്രശ്നം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപദേശിച്ചു പോയിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വഴക്കില്ല, ഒരു പ്രശ്നമില്ല, ഒരു ചോദ്യം ചെയ്യലും ഇല്ല എന്നുള്ളതാണ്. ഈ ഉപദേശം ഫലപ്രദമാകുന്നിടത്ത്, ഉപദേശം പ്രവചനാത്മകമാകുന്നിടത്ത്, ഉപദേശം തിരുത്തലുകൾക്ക് നിർദ്ദേശം നൽകുന്ന തലത്തിലാകുന്നിടത്ത്, ഉപദേശങ്ങൾ ചലഞ്ചിങ് ആകുന്നിടത്ത്, ഉപദേശങ്ങൾ ചിലരെ ചോദ്യം ചെയ്യുന്നതാകുന്നിടത്ത്, ഉപദേശങ്ങൾ ചില മാമൂലുകളെ, ചില പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന, കുറ്റപ്പെടുത്തുന്നതാകുന്നിടത്ത്, അവിടെയൊക്കെയാണ് ഉപദേശത്തിന് ബ്രേക്ക് ഇട്ടുകൊണ്ട് ചില ചോദ്യശരങ്ങൾ ഉന്നയിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അധികാരമായിരുന്നില്ല ഇവരുടെ പ്രശ്നം. അധികാരമായിരുന്നു, അപ്പോയിൻമെൻ്റ് ആയിരുന്നു പ്രശ്നമെങ്കിൽ വാസ്തവത്തിൽ അത് മുന്നമേ ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ തൻ്റെ ശുശ്രൂഷയുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന സത്യവചനങ്ങൾ ഈ പരീശ പ്രമാണിമാരും മഹാപുരോഹിതന്മാരും വച്ചിരിക്കുന്ന ചില മുഖംമൂടികളെ വലിച്ചു കീറുന്നതായി മാറുന്നു എന്ന് വന്നപ്പോൾ അത് അവരെ അസ്വസ്ഥരാക്കുകയും ആ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ട് അവർ അധികാരത്തിൻ്റെ പേര് പറയുകയും ചെയ്യുന്നു എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഇത് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ദൈവവചനം പച്ചയായി സംസാരിക്കുന്നിടത്ത്, വളരെ ചലഞ്ചിങ് ആയിട്ട് സംസാരിക്കുന്നിടത്ത് അത് കേൾക്കുന്നവരിൽ അസ്വസ്ഥതയുണ്ടാകും. നമുക്കറിയാം, പ്രവചനാത്മകമായ ശുശ്രൂഷകളെല്ലാം തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും വളരെയേറെ അസ്വസ്ഥതകൾ ഉളവാക്കുന്നതാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ എത്രയോ പ്രവാചകന്മാരുണ്ട്. അവരൊക്കെ ഓരോ പശ്ചാത്തലങ്ങളിൽ, ഓരോ സാഹചര്യങ്ങളിൽ ദൈവം നിയോഗിക്കുന്ന ചില വ്യക്തികളുടെ അടുത്ത്, ഈവൻ രാജാക്കന്മാരുടെ അടുത്ത് പോലും വന്ന് പ്രൊഫസി പങ്കുവെക്കുമ്പോൾ അവരുടെയൊക്കെ തല അറുക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ. അവരൊക്കെ പലപ്പോഴും ഒറ്റപ്പെടുത്തപ്പെടുന്നു, അവർ ഒഴിവാക്കപ്പെടുന്നു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു, നാട് കടത്തപ്പെടുന്നു. അങ്ങനെ അവർ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ കാലാന്തരത്തിൽ അവരുടെ വാക്കുകൾ വേണ്ടതായിരുന്നു എന്ന് വെളിപ്പെടുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ട് ക്രിസ്തു സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നതിൽ നിന്നാണ് നീ എന്ത് അധികാരത്താലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് ഇത് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം സ്വീകരിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഈ അധികാരം എന്നുള്ള ഒരു വിഷയം വരുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ഇന്ന് കുടുംബ ബന്ധങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ഈ അധികാര പ്രശ്നം തന്നെയാണ്. ഭർത്താക്കന്മാർ പറയുന്നു, ഭാര്യയോട് പറയുന്നു, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ പ്രധാന നെടുന്തൂണ്, എൻ്റെ ഒരു അധികാരത്തിൻ്റെ കീഴിൽ നീ നിൽക്കണം, ഞാൻ പറയുന്നതനുസരിച്ച് നീ പ്രവർത്തിക്കണം. ഭാര്യമാർ പറയുന്നു, എനിക്ക് എൻ്റേതായ ചില അധികാര തലങ്ങളുണ്ട്, അവിടെ നിങ്ങൾ കയറി ഇടപെടാൻ വരരുത്, ഞാൻ എൻ്റെ ചില മേഖലകളിൽ ഞാൻ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെ അവരുടേതായ ഒരു ഭരണ മേഖല കണ്ടെത്തുന്നു, അവരുടെ ഒരു ഏരിയ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ആ ഏരിയയിൽ അവർ അധികാരിയായി മാറുന്നു. അടുക്കളയിലോട്ട് ഭർത്താവ് അനാവശ്യമായി കയറി വന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചെയ്താൽ ഭാര്യ പറയും, അതെ ഇത് എൻ്റെ ഏരിയയാണ്, ഇവിടെ നിങ്ങൾ കയറി, ഇവിടെ എൻ്റെ അധികാരപരിധിപ്പെട്ട സ്ഥലമാണെന്ന് പറയും. മക്കളുടെ നേരെയും മാതാപിതാക്കൾക്ക് ഇതേ അധികാരാവകാശങ്ങളുടെ ഒരു പ്രയോഗം തന്നെയാണ്. ജോലി സ്ഥലത്തും അത് തന്നെയാണ്. എല്ലായിടത്തും ഈ പവർ, അധികാര കേന്ദ്രീകൃതമായിട്ടാണ് ഈ എല്ലാ ചിന്തകളും വളർന്നു വരുന്നത് എന്നുള്ളതാണ്. യേശുക്രിസ്തു എന്നാൽ ഇതിന് വളരെ ബദലായിട്ടുള്ള ഒരു സംവിധാനമാണ് ക്രിസ്തു സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതായിട്ട് കാണിക്കുക. ക്രിസ്തു ലോകത്തിലൊരു മനുഷ്യനാലും അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വം അല്ല ക്രിസ്തു. ക്രിസ്തു സംസാരിക്കുന്നത് ആധികാരികമാണ്, പക്ഷെ അധികാരത്തിലല്ല. അതാണ് അതിൻ്റെ അകത്തൊരു സുപ്രധാന വിഷയം. യേശു ആധികാരികമായി സംസാരിക്കുന്നു, എന്നാൽ അധികാരം എന്ന് പറയുന്ന ഒരു പ്രയോഗം ക്രിസ്തു ഉപയോഗിക്കുന്നില്ല. എന്താണ് ഈ ആധികാരികതയും അധികാര പ്രയോഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം? അതൊരു സുപ്രധാനമായ വ്യത്യാസമാണ്. ആധികാരികത എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, വ്യക്തതയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ ബോധ്യത്തിൻ്റെ പങ്കുവെക്കലാണ് ആധികാരികമായ പങ്കുവെക്കൽ എന്ന് പറയുക. എനിക്കൊരു വിഷയത്തെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് അറിയാം, വളരെ ക്ലിയറായിട്ട് തനിക്ക് അറിയാവുന്നതിൻ്റെ ക്ലാരിറ്റിയാണ് ആധികാരികത വ്യക്തമാക്കുന്നത്. തൻ്റെ അറിവിൻ്റെ വ്യക്തതയാണ്, തൻ്റെ അറിവിൻ്റെ ഉറപ്പാണ് ആധികാരികതയെ ഉറപ്പുവരുത്തുന്നത് എന്നതാണ്. അപ്പോൾ അധികാരവും ആധികാരികതയും ഉണ്ട്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി അധികാരത്തോടെ സംസാരിക്കേണ്ടതില്ല, മറിച്ച് ആധികാരികമായിട്ട് ആ വ്യക്തിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതാണ് അതിനകത്തെ സുപ്രധാനമായൊരു വ്യത്യാസം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഭർത്താവ് എന്ന നിലയിൽ എപ്പോഴും തൻ്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആധികാരികമായിട്ട് നിങ്ങളുടെ ഭർത്തൃത്വത്തെ, ഭർത്താവ് എന്ന തലത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അധികാരത്തെക്കുറിച്ച് പറയുകയാണ്. അധികാരത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ തൻ്റെ ചിട്ടയിലേക്ക്, താൻ വരയ്ക്കുന്ന ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. എന്നാൽ ആധികാരികം എന്ന് പറഞ്ഞാൽ എന്താണ്? തനിക്കറിയാം, അവിടെ താൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഭർത്താവാണ്, നീ അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ആധികാരികമായി താൻ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ സാന്നിധ്യം മതി, പ്രസൻസ് മതി അവിടെ അനുസരണയുടെ ഒരു ആത്മാവ് വളരാൻ. ആ ഭർത്താവിൻ്റെ സാന്നിധ്യം, അവിടെ വാക്കുകൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ആധികാരികമായി ജീവിതത്തെ കാണുന്ന, താനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വ്യക്തമായി ഉറപ്പുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ആ വ്യക്തിയുടെ പ്രസൻസ് മാത്രം മതി. ഒരു വാക്കുപോലും ഉന്നയിക്കപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ അനുസരണയുടെ ആത്മാവ് വ്യാപിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് എപ്പോഴും ഈ മഹാപുരോഹിത പ്രമാണിമാർ വേദപുസ്തകത്തിലെ അധികാരത്തെക്കുറിച്ച് ഇങ്ങനെ അമിതമായി സംസാരിക്കുന്നത് താങ്കൾ ആരാണെന്നുള്ള വ്യക്തമായ അവബോധം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. യേശുക്രിസ്തു ഇവിടെ ഈ അധികാരത്തെക്കുറിച്ച് ഇവർ പറയുമ്പോൾ യേശുക്രിസ്തു പറയാൻ പോകുന്ന ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു തിരിച്ചവരോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നല്ലതാണ്. ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഇവിടെ ക്രിസ്തു വളരെ രസകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ ചോദ്യം കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അധികാരത്തെക്കുറിച്ച് സംസാരിച്ച ഈ പരീക്ഷ പ്രമാണിമാർ ആധികാരികമായി സംസാരിക്കാൻ കരുത്തുള്ളവരാണോ എന്നുള്ള ഒരു അന്വേഷണമാണ് ക്രിസ്തു ഇവിടെ നടത്തുന്നത്. ശ്രദ്ധിക്കണം, വാസ്തവത്തിൽ ഒരു മതമേലധ്യക്ഷനോട്, ഒരു മഹാപുരോഹിതനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ
ഈ ചോദ്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ പറയാൻ റെസ്പോൺസിബിൾ ആണ് ഈ മഹാപുരോഹിതൻ. ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ആ ചോദ്യത്തിന് പക്ഷെ ആൻസർ പറയണമെങ്കിൽ അധികാരമുണ്ടായിട്ട് കാര്യമില്ല, ആധികാരികമായിട്ട് അത് പറയാനുള്ള ആ അവയർനെസ്, ചങ്കൂറ്റം, ഉറപ്പ് ആ വ്യക്തിയിലുണ്ടായിരിക്കണം. അവിടെ ഇവർ കിടന്ന് ആടി ഉലയുകയാണ്. ഇവർക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. അവിടെ ഇവർ പല ഓപ്ഷൻസിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അത് പറഞ്ഞാൽ എങ്ങനായിരിക്കും, ഇത് പറഞ്ഞാൽ എങ്ങനായിരിക്കും. കണ്ടോ, അവിടെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവർ ചിന്തിക്കുകയാണ്. എന്താണ് അവർ ചിന്തിക്കുക? അവർ പറയുന്നു, അവൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവനെ അനുസരിക്കില്ല എന്ന് ചോദിക്കും. അവൻ പ്രവാചകനല്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെ കല്ലെറിയും. കണ്ടോ, ഇത് രണ്ടും അവിടെ കൺഫ്യൂസ്ഡ് ആക്കാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് 27-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കേട്ടോ, അധികാരത്തെക്കുറിച്ച് വളരെ ശക്തമായി ചോദ്യം ചെയ്ത മനുഷ്യരോട്, പ്രമാണിമാരോട് ആധികാരികമായൊരു വിഷയം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അധികാരമുണ്ടായിട്ട് എന്ത് കാര്യം? ആധികാരികമായി പങ്കുവെക്കാനുള്ള ഉറപ്പ്, അറിവിൻ്റെ ഉറപ്പ്, താൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ക്ലാരിറ്റി, അത് ആ ഉറപ്പുള്ള കാര്യം താൻ പറയുമ്പോൾ അതിൻ്റെ പ്രതികരണം എന്തുമാകട്ടെ, സത്യസന്ധമായി ആധികാരികമായി പങ്കുവെക്കാനുള്ള ഒരു കൺഫർമേഷൻ, ഇതൊന്നുമില്ല. അധികാരത്തെക്കുറിച്ചാണ് സംസാരം, ആധികാരികത ഇല്ല എന്നുള്ളതാണ്. അവിടെ അവർ ലജ്ജിച്ചു മടങ്ങിപ്പോകുന്നതായിട്ടാണ് യേശുവിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ അധികാരികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ചുറ്റുപാടുമുള്ള ലോകത്തിന് അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യശരങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടാകും. ചുറ്റുപാടുകളിൽ നാം കാണുന്ന കാഴ്ചകൾ, ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന വാർത്തകൾ, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കേണ്ട, ക്രിസ്തുവിനെ പങ്കുവെക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും നമ്മൾ കാണുന്ന സാക്ഷ്യമില്ലാത്ത ജീവിതങ്ങൾ, അത് ഏതെല്ലാം തരത്തിലൊരു മനുഷ്യൻ അധപ്പതിക്കാമോ, ഒരു മനുഷ്യനെ പാപി എന്ന് സഭ മുദ്രയിടുമ്പോൾ ആ പാപത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റം എവിടം വരെയാണോ അവിടം വരെ മേലധികാരികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെ ചുറ്റും കാണുന്നുണ്ട്. ഇവിടെ വചന ശുശ്രൂഷയുടെയൊക്കെ കരുത്ത മനുഷ്യ ഹൃദയങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഇത് സംസാരിക്കുമ്പോൾ തന്നെ, ഇത് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരിൽ നിന്ന് തന്നെ പാവങ്ങൾ രൂപപ്പെടുന്നില്ലേ? അരുതാത്ത തിന്മകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്നില്ലേ? നിങ്ങളുടെ വാക്കുകൾ, നാവ് തന്നെ പറയാൻ പാടില്ലാത്തത് പലതും പറയുന്നില്ലേ? ചെയ്യാൻ പാടില്ലാത്ത അനേക കാര്യങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള അനേക ചോദ്യശരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട് എന്നത് എനിക്ക് വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്, ലോകത്തിൻ്റെ അധികാരങ്ങളിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല. ലോകത്തിൻ്റെ അധികാരങ്ങളല്ല നിങ്ങളെ ഭരിക്കേണ്ടത്. ലോകത്തിൻ്റെ അധികാരങ്ങളല്ല നിങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടത്. ലോകത്തിൻ്റെ അധികാരി പിശാചാണ്. ലോകത്തിൻ്റെ അധികാരി സാത്താനാണ്. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്ന ആധികാരികത, ദൈവവചനത്തിലുള്ള ആധികാരികത, ഹൃദയത്തിൽ ക്രിസ്തു രൂപപ്പെടുന്നിടത്തുണ്ടാകുന്നതാണ് ആധികാരികത. ആ ആധികാരികത നിങ്ങളുടെ ജീവിതങ്ങളിൽ രൂപപ്പെടട്ടെ എന്നതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അവിടെ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ വളരെ വ്യക്തമായ ഉത്തരം പങ്കുവെക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. സാത്താൻ ഇന്ന് ചുറ്റും വിതറുന്ന ഒരുപാട് വിത്തുകളുണ്ട്. ആ വിത്തുകൾ എന്നത് ദൈവവചനം പങ്കുവെക്കുന്ന സമൂഹങ്ങളിലും വ്യക്തികളിലുമുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതിനുള്ള വിത്തുകളാണെന്ന് സാത്താൻ ചുറ്റും വിതറിക്കൊണ്ടിരിക്കുക. ഈ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനായിട്ട് സാത്താൻ വിതറുന്ന ആ വിത്തുകളെ നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയണം. അതേ പ്രിയപ്പെട്ടവരെ, ഒരധികാരത്തിനും ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ അധികാരങ്ങൾക്കൊന്നും ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയത്തില്ല. ഒരു സമുദായ അധികാര ശ്രേണികൾക്കും ആരെയും സ്വർഗത്തിലെത്തിക്കാൻ സാധിക്കത്തില്ല. സ്വർഗത്തിലെത്തിക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മാത്രമാണ്. അവിടെ നിങ്ങളുടെ മുൻപിൽ മനുഷ്യരാരും ഐക്കണുകളായി ഉണ്ടാകരുത്. മനുഷ്യരെ ആരെയും നിങ്ങൾ കാണരുത്. ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണുന്ന മുഖങ്ങളൊന്നും നിങ്ങളെ നിത്യതയിലെത്തിക്കത്തില്ല. നിത്യതയിൽ നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മാത്രമാണെന്നത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു നിലപാടിലേക്ക് വഴിമാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇന്ന് സ്വർഗം നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുക. യേശുക്രിസ്തു അവസാനം ഇതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
അത് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല. കർത്താവ് അതിനെ തുടർന്നൊരു ഉപമ പറയുകയാണ്. ഉപമ ഇതാ, ഒരു അപ്പന് 2 മക്കളുണ്ട്. മൂത്ത മകനോട് പറഞ്ഞു, നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യ്. അവൻ പറഞ്ഞു, ഞാൻ പോകാം അപ്പാ. പക്ഷെ അവൻ പോയില്ല. രണ്ടാമത്തെ മകനോട് പറഞ്ഞു, നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യ്. അവൻ പറഞ്ഞു, ഞാൻ പോകില്ല അപ്പാ. പക്ഷെ അവൻ പോയി. ഇതിലാരാണ് നല്ല മകൻ? ഇതിലാരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത്? അവിടെ ആളുകൾ പറയുന്നു, ആരാണ് അവനെ അനുസരിച്ചത്, ആരാണ് പോയി ആ വേല നിർവഹിച്ചത്, അവനാണ് പിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുക്രിസ്തു ഒരു ഉത്തരം പറഞ്ഞു വെക്കുന്നുണ്ട്. അവരാദ്യം ചോദിച്ച നീ ഏത് അധികാരത്താലാണ് ഇത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ക്രിസ്തു തൻ്റെ വേർഷൻ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആർക്കും മനസ്സിലായോ എന്ന് സംശയമുണ്ട്. എത്ര പേർക്ക് അത് ക്ലിയർ ആയെന്നറിയാം. യേശു പറയാണ്, ഞാനിത് ചെയ്യുന്നത് അധികാരത്തിൻ്റെ പ്രയോഗമായിട്ടല്ല, ഞാനിത് ചെയ്യുന്നത് പിതാവിൻ്റെ ഇഷ്ടമായിട്ടാണ്. ഞാനിത് ചെയ്യുന്നത് പിതാവിൻ്റെ ഇഷ്ടമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്നത്, ക്രിസ്തീയ സംവിധാനം എന്നത് പിതാവിൻ്റെ ഇഷ്ടം നടത്തലാണ്, അല്ലാതെ അധികാരം പ്രയോഗിക്കലല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ അപ്പൻ്റെ ഇഷ്ടം എന്തോ അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നടപ്പാക്കുന്ന പ്രിയപ്പെട്ടവരെ. യേശുദാ പറഞ്ഞവരെ, ആരാണ് ഇതിലെ നല്ല മകൻ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവൻ, അപ്പൻ്റെ ഇഷ്ടം ചെയ്തവൻ. യേശു പറയാ, ഞാനിത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ പ്രയോഗത്തിന് വേണ്ടിയിട്ടല്ല, ഞാനിത് ചെയ്യുന്നത് എൻ്റെ അപ്പൻ്റെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു തലം നമ്മൾ തിരിച്ചറിയണം. അത് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കേണ്ട ഒരു കാഴ്ചപ്പാടാണ്, ഒരു തിരിച്ചറിവാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഭർത്താവായിരിക്കുക, മകനായിരിക്കുക, മകളായിരിക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം വൈദിക ശുശ്രൂഷയിലായിരിക്കുക, അങ്ങനെ ഒരു വചനപ്രഘോഷകനായിരിക്കുക, ഒരു സുവിശേഷകനായിരിക്കുക, ഒരു സാധാരണക്കാരനെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനായിരിക്കുക, ഒരു നഴ്സായിരിക്കുക, ഒരു ജോലിക്കാരനായിരിക്കുക, ഇവിടെയൊക്കെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, ദൈവപിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക്, എൻ്റെ അധികാരം നിർവഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് ഒരാൾ പരിണമിക്കുന്നിടത്തുണ്ടാകുന്നതാണ് ആധികാരികത. ആധികാരികത. അവിടെ നമ്മുടെ ബലഹീനതകളൊന്നും ഒരു പ്രശ്നമല്ല, അവിടെ നമ്മുടെ കുറവുകളൊന്നും ഒരു പ്രശ്നമല്ല. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ഭർത്താവെന്ന നിലയിൽ വളരെ സത്യസന്ധതയോടെയും നീതിപൂർവവും പെരുമാറാൻ എൻ്റെ ക്യാരക്ടറിൽ ചില വീക്ക്നെസ്സുകളുണ്ടാവും, ബലഹീനതകളുണ്ടാവും. പക്ഷേ എൻ്റെ ജീവിതം, ഞാനൊരു ഭർത്താവെന്ന നിലയിൽ ഞാൻ ദൈവത്തിൻ്റെ ഹിതമാണ് ചെയ്യുന്നതെന്നുള്ള വ്യക്തതയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എൻ്റെ വ്യക്തിപരമായ വീക്ക്നെസ്സുകളെല്ലാം തന്നെ ആ പിതാവിൻ്റെ ഹിതം എന്ന ചിന്തയിൽ അതിജീവിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയായി മാറുന്നത്. ഇവിടെയാണ് ഒരു മനുഷ്യൻ ഒരു ക്രിസ്തീയ ശുശ്രൂഷകനായി മാറുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളും പിതാവിൻ്റെ ഹിതം നടത്തുന്നവരാകണം, അധികാരം പ്രയോഗിക്കുന്നവരായി മാറുകയല്ല. ആധികാരികമായി നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് പിതാവിൻ്റെ ഹിതം നടത്തുന്നിടത്താണ്. യേശുവിന് ലോകപ്രകാരം യാതൊരു അധികാരവും ആരും അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ ആധികാരികമായി ക്രിസ്തുവിന് സംസാരിക്കാൻ കഴിയുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ അപ്പൻ്റെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ചലഞ്ച് ചെയ്യാം. നമ്മുടെ ഹൃദയം അപ്പൻ്റെ ഇഷ്ടം നടത്തുന്ന ഒരു ചങ്കൂറ്റത്തിലേക്ക് കടന്നു വരാൻ മനസ്സുണ്ടോ? ഈ ഒരു ചോദ്യം ഈ സന്ധ്യയിൽ, ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ ഉറക്കം കെടുത്തട്ടെ, നിങ്ങളുടെ ചിന്തകളെ കാര്യമായി സ്വാധീനിക്കട്ടെ, നിങ്ങളുടെ മനോഭാവങ്ങളെ ഒരു കൃത്യമായ പരിണാമത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി സ്തുതി. നാഥ, വ്യക്തമായി ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുന്നുവല്ലോ. ഞങ്ങൾക്കെല്ലാം അധികാരപ്രയോഗങ്ങളാണ് തമ്പുരാനെ. ഞങ്ങളായിരിക്കുന്നിടത്ത് അവസ്ഥകളിലെല്ലാം ഞങ്ങളുടെ അധികാരങ്ങൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പിതാവിൻ്റെ ഹിതം നടപ്പാക്കുന്നിടത്ത് രൂപപ്പെടുന്ന ആധികാരികതയാണ് അധികാരപ്രയോഗത്തേക്കാൾ പ്രധാനമെന്ന തിരിച്ചറിവിലേക്ക് ഇന്ന് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധ അമ്മേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.